ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കണ്ണൻ തൃണാവർത്തനെ വധിച്ച കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം അമ്പാടിയിൽ യശോദാമ്മയുടെ മടിയിലിരുന്ന് കളിച്ചു കൊണ്ടിരുന്ന കണ്ണന് വളരെയധികം ഭാരമുള്ളതായി അമ്മയ്ക്ക് തോന്നി. യശോദാമ്മ കണ്ണനെ താഴെ ഇറക്കിയിരുത്തിയിട്ട് വീട്ടുജോലികളിൽ വ്യാപൃതയായി. ആ അവസരത്തിൽ കംസൻ അയച്ച തൃണാവർത്തൻ എന്ന അസുരൻ ചുഴലിക്കാറ്റായി വന്ന് കൃഷ്ണനെ എടുത്ത് ആകാശത്തിലേക്ക് പൊങ്ങി. കാറ്റിൻ്റെ ശക്തിയാൽ പൊടിപടലങ്ങൾ കൊണ്ട് ആർക്കും ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. സ്വന്തം പുത്രൻ ആപത്തിൽപ്പെട്ടെന്ന് കരുതി പാവം യശോദാമ്മ ബോധമറ്റു വീണു. ബോധം വന്ന യശോദാമ്മ കണ്ണാ കണ്ണാ ഉണ്ണി നീ എവിടെയാ കണ്ണാ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. കണ്ടുനിന്ന ഗോപന്മാരും കരയാൻ തുടങ്ങി. അപ്പോഴേക്കും തൃണാവർത്തൻ കണ്ണനെയും കൊണ്ട് ഒരുപാട് ഉയരത്തിലേക്ക് ഉയർന്നു പൊങ്ങിയിരുന്നു. കണ്ണൻ തൻ്റെ ശരീരഭാരം തൃണാവർത്തനു താങ്ങാവുന്നതിലും അധികമാക്കി. അപ്പോൾ അവൻ കണ്ണനെ താഴേക്കിടാൻ ശ്രമിച്ചെങ്കിലും കണ്ണൻ തൃണാവർത്തൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. ഒടുവിൽ അവൻ അന്ത്യശ്വാസം വലിച്ചു വലിയൊരു പാറയുടെ മുകളിലേക്ക് മരിച്ചു വീണു. അവൻ്റെ ദേഹത്തു നിന്നും ഉത്ഭവിച്ച ദിവ്യ തേജസ് ഭഗവാനിൽ ലയിച്ചു. യശോദാമ്മ ഗോപന്മാരോടൊപ്പം ഓടിച്ചെന്ന് കണ്ണനെ ആശ്ലേഷിച്ചു. യാതൊരു പരിക്കും കൂടാതെ പുത്രനെ തിരിച്ചു കിട്ടിയ നന്ദഗോപാദികളും ഗോകുല നിവാസികളും അത്യധികം സന്തോഷിച്ചു. ഇനി തൃണാവർത്തൻ്റെ പൂർവകഥ. പാണ്ഡ്യദേശത്തിൽ സഹസ്രാക്ഷൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. വിഷ്ണുഭക്തനും ധർമ്മിഷ്ഠനുമായ അദ്ദേഹം ഒരു ദിവസം നർമ്മദാ തീരത്തെത്തി സ്ത്രീകളോടൊപ്പം സമയം ചിലവഴിക്കുകയായിരുന്നു. ആ സമയം അവിടെ എത്തിയ ദുർവാസാവ് മഹർഷിയെ അദ്ദേഹം ആദരിക്കായകയാൽ മഹർഷി അദ്ദേഹം അസുരനായി പോകട്ടെ എന്ന് ശപിച്ചു. സഹസ്രാക്ഷൻ മാപ്പിരന്നപ്പോൾ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദസ്പർശമേൽക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്ന് മഹർഷി സഹസ്രാക്ഷനെ അനുഗ്രഹിച്ചു. വധിക്കാനുള്ള ഉദ്ദേശത്തോടെയാണെങ്കിലും ഭഗവാനെ ഒന്ന് സ്പർശിക്കാനെങ്കിലും സാധിച്ച ഈ അസുരന്മാരൊക്കെ എന്ത് പുണ്യം ചെയ്തവരാണ്. രാധേശ്യാം.